അത് ആദ്യമേ തന്നെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ഈ അവസരം ഒരുക്കുക എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി. എൻ്റെ പേര് മുരളീധരൻ. ഞാൻ റാന്നിയിൽ നിന്നും വരുന്നു. ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളും ഈ ഓട്ടോ ഓടിക്കുക അങ്ങനെ ജോലിയൊക്കെ ആയിരുന്നു. എനിക്ക് കുറച്ച് സാമ്പത്തികമായ ബാധ്യതയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിദേശത്തൊരു ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. ഇറ്റലിക്ക് ഒരു ജോലിക്ക് ഒരാളുടെ പേപ്പർ വർക്കുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട് രമ്യ എന്നൊരാളുടെ മുഖേന ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നു. അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അപ്പോൾ നമ്മൾ ജോലിക്ക് കൊടുത്തിരിക്കുന്നതൊക്കെ നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. 12/3/2024 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ആ ഉടമ്പടി നടക്കെ തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ ഇറ്റലിയിലെ അവിടെ കൊടുത്ത ഏജൻസിയിൽ റെയ്ഡ് നടക്കുകയും എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ അവർ കൊണ്ടുപോവുകയും അത് നടക്കുകയില്ല എന്ന രീതിയിലേക്ക് വരെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പേപ്പറൊക്കെ ആയിട്ട് ഇവിടെ വന്ന് അച്ഛനെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പേപ്പറുകളെല്ലാം കൊടുത്തപ്പോൾ അവർ അച്ഛനെ കാണാൻ എനിക്ക് അനുവദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ വന്ന് കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും എനിക്കൊരു ചെറിയൊരു കാശുരൂപം, നമ്മുടെ ഉടമ്പടി കാശുരൂപം അല്ലാതൊരു കാശുരൂപം എനിക്ക് അച്ഛൻ തരിക എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എൻ്റെ കാര്യം സാധിക്കുമോ, നടക്കുമോ? അപ്പോൾ അച്ഛൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എൻ്റെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, തലയെ തൊട്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, എന്നിട്ട് പൊക്കോളാൻ പറയും. അപ്പോൾ അതിങ്ങനെ നടന്ന് എല്ലാം കഴിഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റലിയിലെ ആ കേസ് ലാസ്റ്റ് ഒന്നും നടക്കുകയില്ല എന്ന രീതിയിൽ എൻ്റെ ഒരു 65,000 രൂപയും കയ്യിൽ നഷ്ടമായി. അത് അങ്ങനെ നഷ്ടപ്പെട്ടു. അങ്ങനെ അതെന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഒരു അച്ഛനെ കണ്ട് ഞാനൊരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതറിയുന്നത്. അപ്പോൾ എനിക്ക് ഇസ്രായേലിലേക്ക് ഒരു പത്രത്തിലൊരു പരസ്യം കണ്ട് ഞാനിങ്ങനെ പെയിൻറ്ററിൻ്റെ വേക്കൻസിയിൽ എറണാകുളത്തൊരു ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ആദ്യം ഒരു 4 ലക്ഷം രൂപ കൊടുക്കണം മുൻപേർ, നിങ്ങൾ PCC എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ PCC ഞാനന്നേരം എടുത്തായിരുന്നു. അപ്പം ഈ 4 ലക്ഷം മുൻപേർ കൊടുക്കാൻ എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചു. അതും ഇങ്ങനെ നടക്കുകയില്ല എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ഈ സമയത്തെല്ലാം ഞാൻ മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെ തിരികെ പ്രാർത്ഥിക്കുന്നുണ്ട്, വൈകുന്നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് എറണാകുളത്ത് ഇത്രയും പൈസ മുൻപേർ കൊടുക്കാത്തതുകൊണ്ട് നമുക്കത് നടക്കുന്നില്ല. അപ്പം ഞാനത് വിട്ടു. അപ്പം അങ്ങനെ വന്നിരുന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഇസ്രായേലിലുള്ള ഒരാൾ, അനീഷ് എന്ന് പറയുന്ന ഒരാൾ, ഇതുപോലെ പേപ്പർ ഭാഗം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ 8 ലക്ഷം രൂപ കൊടുത്താൽ മതി, 14 ലക്ഷം ഒന്നും വേണ്ട, 8 ലക്ഷം മതി, മുൻപേറും വേണ്ട, നിങ്ങൾക്ക് വിസ അടിച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അനീഷിൻ്റെ കയ്യിൽ ഈ പേപ്പർ ഭാഗം കൊടുക്കുന്നു. ഈ പേപ്പർ ഭാഗം കൊടുക്കുമ്പോൾ എല്ലാം ഞാൻ മാധവനെ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പേപ്പർ കൊടുക്കുന്നു. അപ്പോൾ അന്നേരം എറണാകുളത്തൊരു ഇൻ്റർവ്യൂ നിങ്ങൾ പങ്കെടുക്കാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു, നന്മ നിറഞ്ഞ മഹിമയെ ചൊല്ലി എല്ലാം പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് 10-13 പേരുണ്ടായിരുന്നു. അതിനകത്തൊരു 9 പേരെ എടുത്തു. അതിലൊരാളായി എനിക്ക് കിട്ടി. അതിനമ്മയോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അപ്പം അത് നടന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ ബാക്കി പേപ്പർ ഭാഗം മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഉടമ്പടി പുതുക്കുന്നു. അങ്ങനെ രണ്ടാമത് പുതുക്കി. അന്നേരം പേപ്പർ നടന്നു. പിന്നെ മെഡിക്കലിനെ വിളിച്ചു. മെഡിക്കലിന് ചെല്ലാൻ പറഞ്ഞപ്പോൾ എറണാകുളത്ത് അങ്കമാലിയിലായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞാൻ റാന്നിയിലൊരു KSRTC സ്റ്റാൻഡിൽ ചെന്ന് ബസ്സിൻ്റെ കാര്യം തിരക്കി. അപ്പോൾ പറഞ്ഞു രാവിലെ 7:30 അങ്കമാലി ചെല്ലണം. അപ്പം 3:30 ഒരു വണ്ടിയുണ്ട്, അതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 7 മണിക്ക് മുമ്പ് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 7 മണിക്ക് റാന്നിയിൽ സ്കൂട്ടറിനാണ് റാന്നി ചെന്നപ്പോൾ ആ ബസ് അന്ന് ഇല്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പത്തനംതിട്ടയിലേക്ക് പോവുക, അവിടെ നിന്ന് 4:15 ബസ്സുണ്ട്, അതിന് നിങ്ങൾക്ക് എന്നാൽ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു, 8 മണിക്ക് മുമ്പ് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴും നിർഭാഗ്യവശാൽ പത്തനംതിട്ടയിലും ആ വണ്ടിയില്ല. ആ വണ്ടി അന്ന് ക്യാൻസൽ. അവിടെ നിന്ന് ഞാൻ മനമൊരുകി ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയുടെ കാശുരൂപം പോകുമ്പോഴെല്ലാം എൻ്റെ കൂടെയുണ്ട്. ഞാൻ മനമൊരുകി ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട്. എനിക്ക് അന്നേരം ഈ വണ്ടികളെല്ലാം ക്യാൻസൽ. അന്നേരം 5:15 സമയം പോയി. പിന്നെ ഒരു 5:15 വണ്ടി അതുമില്ല. അവസാനം 5:45 ആകാറായപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നി, അമ്മ ഇങ്ങനെ തോന്നിക്കുകയാണ്, സ്കൂട്ടർ എടുത്ത് പോവുക. ഞാൻ അവിടുന്ന് രണ്ടും കൽപ്പിച്ച് സ്കൂട്ടർ എടുത്ത് പോയി. 8 ആകാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ അങ്കമാലി ചെല്ലുകയും അതിന് പങ്കെടുക്കാനും സാധിച്ചു. എനിക്ക് വളരെ 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 ഞാനത് ഈ പറഞ്ഞാൽ എന്നും തീരത്തില്ല, അത്രയ്ക്ക് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് പോയ സ്പീഡെന്ന് പറഞ്ഞാൽ അതുപോലെ വേഗത്തിലാണ് എനിക്ക് ചെന്നത്. അവിടെ ചെന്ന് എനിക്ക് പങ്കെടുക്കുകയും സമയത്ത് അത് കൃത്യമായി നടത്തുകയും അമ്മ എനിക്ക് ചെയ്തു തന്നു. പിന്നെ അതുപോലെ തന്നെ ഈ
ഇസ്രായേലിലെ വിസയ്ക്ക് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് എൻ്റെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് കൊടുത്തിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഏകദേശം എല്ലാ പേപ്പറും റെഡിയായി വന്നത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളുടെ പേപ്പർ 4 ദിവസം മുമ്പ് നിങ്ങൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനന്നേരം അത് മിനിങ്ങാന്ന്, ഞാൻ കോട്ടയത്തായിരുന്നു, മിനിങ്ങാന്ന് ഞാൻ പത്തനംതിട്ട RT ഓഫീസിൽ വന്നത് കൊടുത്തപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഈ പേപ്പർ കൊടുക്കാൻ നേരത്തും എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. അവിടെ കൊടുത്തപ്പോഴും പറഞ്ഞത് 1 ദിവസം കൊണ്ടൊന്നും പ്രോസസ്സ് നടക്കത്തില്ല, നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞവർ. ഞാൻ അന്നേരം അവിടെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സാറിനെ വിളിച്ച് പറഞ്ഞു, വാ നമുക്ക് ആ പേപ്പർ മേടിച്ച് വെക്കാം, നിങ്ങൾ നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ആ പേപ്പറും കൊടുത്തിട്ട് വീട്ടിൽ ചെല്ലുന്നതിനിപ്പുറം എന്നെ വിളിച്ചു. ചെറിയൊരു തിരുത്തൊക്കെ ഉണ്ട്, നിങ്ങളൊരു 2 പേപ്പറോടെ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തു. 1/2 മണിക്കൂറിനകം അന്ന് വൈകുന്നേരത്തിന് മുമ്പായിട്ട് എൻ്റെ ലൈസൻസ് ഇൻ്റർനാഷണലായിട്ട് അപ്രൂവൽ ആവുകയും ഇന്നലെ രാവിലെ 10 മണിക്ക് മുമ്പാണ് എനിക്കത് കിട്ടുകയും ചെയ്തു. എനിക്കതിലൊക്കെ ഞാൻ ദൈവത്തോട് എത്രമാത്രം എൻ്റെ മാതാവിനോട് നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇസ്രായേലിലേക്ക് ഒരു എൻട്രി പെർമിറ്റ് അടിക്കുകയും വിസ അവിടെ ചെന്നിട്ടാണത് ഇതാകുന്നത്. എൻട്രി പെർമിറ്റ് അടിക്കുകയും അത് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവുകയും എല്ലാം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ തരുന്ന പത്രം ഞാൻ കഴിവതും അന്ന് തന്നെ കൊടുക്കാൻ നോക്കും. പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡുകളിലും അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡുകളിലും ആൾക്കാർക്കെല്ലാം കൊടുക്കും. അതിൽ പലരും സന്തോഷത്തോടെ വാങ്ങിക്കുകയും ചിലവരത് വേണോ വേണ്ടയോ എന്ന് വാങ്ങിക്കാറുണ്ട്. ചിലവരെന്നെ പുച്ഛിച്ചിട്ടുമുണ്ട്. എങ്കിൽ പോലും ഞാൻ അതിലൊരു തടസ്സം കൂടാതെ ഞാൻ അതുപോലെ ജോലി കഴിഞ്ഞും ഞാൻ വൈകുന്നേരങ്ങളിൽ കവലകളിൽ പോയി നിന്ന് ഞാൻ ഈ പത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം അന്ന് തന്നെ തീർക്കണം എന്ന് ആഗ്രഹമായിരുന്നു. അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ കൊടുക്കുകയും എനിക്കത് കൊടുക്കാനും സാധിച്ചു. അതുപോലെ തന്നെ ഒരു ആൾ, ഞാനൊരു ചായ കുടിക്കുകയാണെങ്കിൽ ഇതെല്ലാം എനിക്ക് ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് തോന്നിയ എൻ്റെ മനസ്സ്, എൻ്റെ മാതാവാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടാണെങ്കിലും എനിക്ക് തോന്നിയ കാര്യമാണ്. നമ്മുടെ ആ ചായ കുടിക്കാനിരിക്കുമ്പോൾ അപ്പുറത്തെ ഒരാളുണ്ടെങ്കിൽ ഞാൻ കഴിച്ചോ എന്ന് ചോദിക്കും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ക്ലാസ്സിൽ വന്ന് പോയപ്പോൾ ഇവിടെ ഒരു അമ്മച്ചി അവിടെ ഇരിക്കുന്നു. ഞാനത് എന്നാൽ കഴിയുന്നത് ഞാൻ അവർക്ക് മേടിച്ചു കൊടുത്തു. ഇന്ന് രാവിലെയും ഞാൻ വന്ന വഴിക്ക് ഒരാൾക്ക് ചെയ്തു. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഒത്തിരി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും, പിന്നെ അതുപോലെ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ പ്രായമുള്ള ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ അവിടെ ഒരു പടി കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനത് അവരെ സഹായിക്കും. അവർക്ക് ഗുളിക മേടിക്കാൻ ക്യൂ നിൽക്കണം, അമ്മച്ചി അവിടെ ഒന്നും ഞാൻ മേടിച്ച് തരാം എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്കതെല്ലാം എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ. പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം, എനിക്ക് പഴയ ആളിൽ നിന്ന് എനിക്കൊരു പുതിയ ഒരാളാകാൻ പറ്റി. ഇപ്പോഴും എൻ്റെ മറ്റുള്ളവരുടെ വിഷമത്തിലും മറ്റുള്ളവരുടെ പ്രയാസത്തിലും മറ്റുള്ളവരുടെ ദുഃഖത്തിലും അത് എൻ്റെയും കൂടെയാണെന്ന് തോന്നാൻ എനിക്ക് വളരെ 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 അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് തരികയും എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതിൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ മാതാവിനോടും എൻ്റെ തിരുകുമാരനോടും എൻ്റെ അച്ഛനോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. മാതാവേ, അമ്മേ. സങ്കീർത്തനം 27:5 തിരുവചനം അരുളി ചെയ്യുന്നു, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഉടമ്പടി മുരളീധരൻ എന്ന വ്യക്തിയെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെട്ടത്. മറ്റുള്ളവരെക്കുറിച്ച് കരുതുന്ന ഒരു വ്യക്തിയാകുവാൻ, ഒരു ചെറിയ കാര്യം പോലും ശ്രദ്ധിക്കുവാൻ ഒരാൾ തൻ്റെ സഹായം അർഹിക്കുന്ന വ്യക്തി, അത് പ്രായമായവരോ ആരുമാകട്ടെ, അവരെക്കുറിച്ചൊരു കരുതൽ, ഇതൊന്നും തനിക്ക് ചിന്തയിലേ ഇല്ലായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളിലൂടെ, ആരാധനയിലൂടെ, അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ ബോധ്യങ്ങളായിട്ടും, അങ്ങനെ തൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ കടബാധ്യതകൾ പ്രശ്നങ്ങളാകുമ്പോൾ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച മകൻ ഇസ്രായേലിലേക്ക് പോകാനുള്ള എൻട്രി പെർമിറ്റാണ്. എനിക്കിത് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കിത് ലഭിക്കുകയും ഞാൻ നാളെ രാവിലെ 8:40 ഫ്ലൈറ്റിന് ബോംബെയിലേക്ക് പോവുകയും അവിടുന്ന് 15-ാം തീയതി രാവിലെ ഇസ്രായേലിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അതിനെല്ലാത്തിനും അമ്മയോട് നന്ദി, ഒരുപാട് നന്ദി. അങ്ങനെ തനിക്ക് കിട്ടിയ എൻട്രി പെർമിറ്റുമൊക്കെ ആയിട്ടാണ് ഈ മകൻ ഇവിടെ വന്നിരിക്കുക. തനിക്ക് പല തടസ്സങ്ങൾ വന്നിരുന്നു. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ എത്രമാത്രമാണ് ബസ് പോലും തനിക്ക് കിട്ടാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ ഈ മകൻ പകച്ചു പോയില്ല. കാശുരൂപവും പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അമ്മയെ മുറുകെ പിടിച്ചു. നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
തൻ്റെ ഉള്ളിൽ പറയുന്നു, നീ തന്നെ സ്കൂട്ടറിൽ പോവുക എന്ന് തന്നോട് ആരോ ശക്തമായിട്ട് പ്രചോദിപ്പിക്കുന്നു. അതനുസരിച്ച് താൻ പോവുകയും ആ അങ്കമാലി വരെ, റാന്നിയിൽ നിന്ന് അങ്കമാലി വരെയുള്ള ആ യാത്രയിൽ താൻ എങ്ങനെ യാത്ര ചെയ്തെന്ന് തനിക്ക് പോലും അറിയില്ല. എന്നാൽ ഇൻ്റർവ്യൂവിന് 5 മിനിറ്റ് മുൻപ് തനിക്ക് അവിടെ എത്തിച്ചേരുവാനായി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തനിക്ക് സെലക്ഷൻ കിട്ടി. പിന്നീട് PCCയും അതുപോലെ 4 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തനിക്ക് തൻ്റെ മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുക. തൻ്റെ മുമ്പിൽ സമയമില്ല. അപ്പോഴാണ് ഇവിടെ വീണ്ടും ബഹുമാനപ്പെട്ട BP ജോസഫ് അച്ഛനെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കാണുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മകൻ ഇൻ്റർവ്യൂവിനുമൊക്കെ പോകുന്നത്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ആ ചുരുങ്ങിയ സമയത്തെ, അതായത് തനിക്കത് ഇന്നലെ കിട്ടിയില്ലെങ്കിൽ തനിക്ക് പോകാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ആ സമയം, ഒരു ദിവസം കൊണ്ട് തന്നെ തനിക്ക് മറ്റ് ഡോക്യുമെൻസും അതുപോലെ പെർമിറ്റുമൊക്കെ കിട്ടുവാനായിട്ട് അവസരം ലഭിച്ചു. അത് അമ്മയുടെ ഇടപെടൽ മാത്രമായിട്ടാണ് ഈ മകൻ കാണുക. അങ്ങനെ തനിക്ക് പോകുവാനുള്ള, വിദേശത്ത് പോയി തൻ്റെ കുടുംബത്തെ പോറ്റണം, ആ ഒരു ഉദ്ദേശം അത് ഉടമ്പടിയിലൂടെ തനിക്ക് നിവർത്തിച്ച് തന്നു എന്നും, അതുമാത്രമല്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങൾ, അതിന് ഈ ചെറുപ്പക്കാരൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. പരിശുദ്ധ അമ്മയെ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയെ കൂടുതൽ അറിയുവാനായിട്ട് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഉദയം ചെയ്തിരിക്കുന്നുവെന്ന് ലൂക്ക 2:10 തിരുവചനങ്ങൾ ഇന്ന് ലോകം മുഴുവനും പടരുന്ന രീതിയിൽ കൃപാസനത്തിലൂടെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ, അതായത് കൃപാസന പത്രം തനിക്ക് സ്വീകാര്യമായ രീതിയിൽ തന്നിൽ നിന്ന് സ്വീകരിച്ചവരുണ്ട്, എന്നാൽ തന്നെ പുച്ഛിച്ചവരുമുണ്ട്. ആരോടും തനിക്കൊരു പരാതിയില്ലാതെ ഈശോയെ കൈമാറുവാൻ തനിക്ക് കഴിഞ്ഞതിലുള്ള സന്തോഷം മാത്രം തനിക്ക് ബാക്കി മതി എന്നുള്ള ആ ഒരു ദൈവസ്നേഹത്തോടെയൊക്കെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം ചെയ്ത് ഇന്ന് അമ്മയുടെ തിരുനടയിൽ അമ്മ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നാളെ പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൻ യാത്രയാകുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.